ലാപ്ടോപ്പുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ബ്രാൻഡാണ് അസൂസിന്റെ ROG സീരീസ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് അസൂസ് ROG Strix Car 18 എന്ന് പറഞ്ഞൊരു മോഡലാണ്. 2,70,000 രൂപയാണ് ഇതിന്റെ ഏകദേശം പുതിയ പ്രൈസ് വന്നിരുന്നത്. നമുക്ക് ഏതാണ്ട് 2 ലക്ഷം രൂപയിൽ താഴെ തന്നെ ഇത് കിട്ടും. 20 യൂണിറ്റോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പ്രോസസർ വരുന്നത് 13 ജനറേഷൻ കോർ i9-13890HX, 8 പി കോറുകളും 16 ഇ കോറുകളുമാണ് വരുന്നത്. റാം 32GB DDR5, SSD 1TB. ഇത് രണ്ടും എക്സ്പാൻഡബിൾ ആണ്. ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും റോഗിന് വേറെ കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. IPS ലെവൽ നെബുല ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 100% DCI-P3 കളർ ഗാമറ്റ്, 500 നിറ്റ് ബ്രൈറ്റ്നസ്, അതുപോലെ 240 ഹെർട്സ് റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ഗ്രാഫിക്സ് NVIDIA RTX 4080 12GB ആണ്. VRAM സൈസ് 175 വാട്ട്സ് വരെ ബൂസ്റ്റ് TGPയും വരുന്നുണ്ട്. ഇന്റൽ പ്രോസറിനെ കുറിച്ച് ഇത്തവണ കുറ്റമൊന്നും പറയുന്നില്ല എന്നൊക്കെ ചില ചോദ്യം വന്നേക്കാം. വളരെ എഫിഷ്യന്റ് ആയിട്ട് തെർമൽസും പെർഫോമൻസും മാനേജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറ്റം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. പ്രോസസറിന്റെ പാസ് മാർക്ക് സ്കോർ അറൌണ്ട് 51,000 എബോവ് ആണ്. ഗ്രാഫിക്സിന് 28,000 അടുപ്പിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലെൻഡർ ബെഞ്ച് മാർക്ക് ടെസ്റ്റിൽ GPU കിട്ടിയിരിക്കുന്ന സ്കോർ 5,600 എബോവ് ആണ്. ഒരു ലാപ്ടോപ്പ് GPU വളരെ എഫിഷ്യന്റ് ആയിട്ട് തരാവുന്ന സ്കോറുകളിൽ ഒന്നാണത്. DeFi റെൻഡറിംഗ് ബെഞ്ച് മാർക്ക് ടെസ്റ്റ് പാസ് ആവാൻ കേവലം 1.5 സെക്കൻഡ്സ് മാത്രമേ എടുത്തുള്ളൂ. 47 FPS ആണ് മാക്സിമം അച്ചീവ് ചെയ്തിരിക്കുന്നത്. ബജറ്റ് ബെഞ്ച് മാർക്ക് അഡോബ് പ്രീമിയർ സ്കോർ 11,000 അടുപ്പിച്ചാണ് കിട്ടിയിരിക്കുന്നത്. ഡെസ്ക്ടോപ്പ് ഒക്കെ അങ്ങോട്ട് മാറി നിൽക്കേണ്ടി വരും ചിലപ്പോൾ. ഫോട്ടോഷോപ്പ് ബെഞ്ച് മാർക്ക് ഓൾസോ നമുക്ക് 10,000 അടുപ്പിച്ചാണ് സ്കോർ കിട്ടിയിരിക്കുന്നത്. ഗെയിമേഴ്സ് ബെഞ്ച് മാർക്കായ 3D മാർക്കിൽ നമുക്ക് ഗ്രാഫിക്സിന് 16,800 എബോവ് ആണ് സ്കോർ. ഓവറോൾ സ്കോറും 16,500 എബോവ് ഉണ്ട്. ഞാൻ നേരത്തെ ടഫ് A14 വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെർമൽ എഫിഷ്യൻസി വളരെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കീബോർഡിന്റെ ഇടയിൽ കൂടെയുള്ള എയർ ഇൻടേക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഈ പവർഫുൾ കമ്പോണൻസിനെ കൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ മോഡൽ ഡെമോ മെഷീൻസ് നമ്മുടെ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ വിളിച്ചാൽ